ഒരു ചിന്ന വേണമെന്നുണ്ട്. ഒരു ചിന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ 1/2 കിലോ നമ്മളെ ഈച്ചിങ് ചെയ്യാം. ഈച്ചിങ് ചെയ്യാം. പെരുന്നാളല്ലേ, കുറച്ച് ബീഫ് ബിരിയാണിയും കാര്യങ്ങളെല്ലാം വെക്കാൻ വിചാരിച്ചുകൊണ്ട് ബീഫ് പിടിക്കാൻ വേണ്ടി വന്നത്. കുറച്ച് ബീഫേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കിയിലെല്ലാം റൂമിലുണ്ട്. അങ്ങനെ ബീഫും വാങ്ങിയാണ് പോണ വഴിക്ക് നേരെ എന്ത് ചെയ്ത ഒരു തണ്ണിമത്തനും വാങ്ങിച്ചു. അങ്ങനെ തണ്ണിമത്തനും വാങ്ങി ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞാണ്ട് നേരെ പള്ളിക്ക് ഇറങ്ങി. പള്ളിയിലെത്തിയപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും വന്നു തുടങ്ങുന്നുള്ളൂ, പെരുന്നാൾ നിസ്കാരവും കാര്യങ്ങളും തുടങ്ങാനാവണുള്ളൂ. നമ്മൾ പള്ളിയിലെത്തിയപ്പോൾ തന്നെ ചൈനീസ് ഇമാമ് തലിക്കെട്ടെല്ലാം കെട്ടിങ്ങാണ്ട് പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഇതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള ചൈനീസുകാരുടെ പുറത്ത് കാര്യമായിട്ടുള്ള ചർച്ച. വേഗം കയറിയിട്ടില്ലെങ്കിൽ പള്ളിൻ്റെ ഉള്ളിൽ സ്ഥലം കിട്ടില്ല നല്ല രീതിയിൽ ഞാൻ ഓടി കയറിയപ്പോൾ അടുത്ത് നമ്മൾ ചങ്ക് ഷഹമാസ് നമ്മളൊപ്പം ഇരിക്കുന്നുണ്ട്. തെക്കുബീറും ചെല്ലിക്കോ കൂടെ വീഡിയോ രണ്ട് വിറ്ററിച്ചിനോട്ട് ഇറങ്ങാണ്ട് ചെക്കനെ മൂപ്പിച്ചിങ്ങാണ്ട് മൂച്ചിമ്മ കയറ്റി. ചൈനീസിലായാലും ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും ഇമാമ നിസ്കാരത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. നിസ്കാരം കുത്തുബയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഈദ് മുബാറക്കും കാര്യങ്ങളും കെട്ടിപ്പിടുത്തങ്ങളായി. ഈ പ്രാവശ്യം ഇപ്പാക്ക് മുതലായി. കാരണം ഇപ്പം ചൈനയിൽ വന്നുകൊണ്ട് ഉപ്പാക്കാനാണ് ഒരുപാട് പേര് ഇവിടെ ഉള്ളത്. ആദ്യമായിട്ടായിരിക്കും ഉപ്പാന്റെ കൂടെ ഇവിടെ ചൈനയിൽ ഞാൻ എന്ത് ചെയ്യണം ഒരു വലിയ പെരുന്നാൾ ആഘോഷിക്കണം. അങ്ങനെ പള്ളിക്കന് എല്ലാവരോടും സലാം പറഞ്ഞാണ്ട് 3 വർഷത്തിന് ശേഷം ഉമ്മാന്റെ ബീഫ് ബിരിയാണി കഴിക്കാൻ വേണ്ടി ഓടി എത്തി ദമ്മും പൊട്ടിച്ച് മൊത്തത്തിലൊന്ന് ഇളക്കി മറിച്ച് പ്ലേറ്റിലിട്ട് ഇതാക്കിയപ്പോൾ അൽഹംദുലില്ലാ എന്തൊരു അന്തസ്. ബിരിയാണി മുന്നിലെത്തി സ്ഥിതിക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ വലിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ഈദ് മുബാറക്. ചൈനയിലെ ബാക്കി കാര്യങ്ങളായിട്ട് നാളെ കാണാൻ. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.